മെലഡി എന്ന് പറയുന്ന മിഠായി അദ്ദേഹം എടുത്തു നീട്ടിയപ്പോൾ പിറ്റേന്നായപ്പോൾ പാർലയുടെ സ്റ്റോക്ക് തീർന്നു. പാർല ഉണ്ടാക്കുന്ന മിഠായികളുടെ സാധനം മുഴുവൻ തീർന്നു. ലക്ഷദ്വീപിന്റെ കടൽ തീരത്ത് ഒരു കസേര വലിച്ചിട്ട് ആ മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ലക്ഷദ്വീപിന്റെ വരുമാനം എത്രയോ ഓർത്തി. അപ്പൊ ഇതൊക്കെ മാലി എന്തുകൊണ്ടാണ് കരഞ്ഞു വിളിച്ച് നമ്മുടെ പിന്നാലെ വന്നത്? അമേരിക്കയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയാവുന്ന, വേണമെങ്കിൽ ഉപരാഷ്ട്രപതി വിൻസിയുടെ കഴിഞ്ഞാലുള്ള ഏറ്റവും കരുത്തനാണ് ഇപ്പോൾ ഇവിടെ വന്ന സ്റ്റേറ്റ് സെക്രട്ടറി. അദ്ദേഹം അവിടുത്തെ നാഷണൽ ഡിഫൻസ് അഡ്വൈസർ കൂടിയാണ്. നമ്മുടെ നാഷണൽ ഡിഫൻസ് അഡ്വൈസറുടെ അതേ സ്ഥാനമുള്ള ആളാണ്. ഒരുപക്ഷെ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയഗതികൾ ആത്മാർത്ഥതയില്ലാത്തതാണെന്നുള്ളതുകൊണ്ടും സ്വന്തം താല്പര്യത്തെ സ്വാർത്ഥതയോട് കൂടിയിട്ടുള്ളതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എസ് ജയശങ്കർ അവർക്ക് കടുത്ത മറുപടി കൊടുക്കുക മാത്രമല്ല, ആ മനുഷ്യനെ യാത്ര അയക്കുന്ന സമയത്ത് ആരാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഒരു സഹമന്ത്രി പോലും ഉണ്ടായിരുന്നില്ല യാത്ര. ഈ ഒരു കരുത്ത് നമുക്ക് ഉണ്ടായത് ഈ നേതൃത്വത്തിൻ്റെ ബലം കൊണ്ട് തന്നെയാണ്. ഒരു വലിയ യുഗപരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ സാമ്പത്തിക തകർച്ചയുടെ അല്ലെങ്കിൽ ഒരു കെട്ടിക്കടക്കലിൻ്റെയെങ്കിലും അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുന്നു.